കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. ഇനി അങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്ന ഒരു 28 അപ്കമിങ് ആനിമി സീരീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിൽ പോപ്പുലർ ആയിട്ടുള്ള പല ആനിമി സീരീസിന്റെ റിലീസ് ഡേറ്റും അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിരിക്കേണ്ട കുറച്ച് അൺപോപ്പുലർ ആയിട്ടുള്ള ആനിമി സീരീസുകളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ മെൻഷൻ ചെയ്ത ആ 28 ആനിമി സീരീസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതേപോലെ ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ആനിമി റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഈ മാസം 29, അതായത് സെപ്റ്റംബർ 29 2 ആനിമീസ് ഇറങ്ങുന്നുണ്ട്. അതിൽ ഒന്ന് സീസൺ 2 ആണ്, അതായത് റീഇൻകാർണേറ്റഡ് അരിസ്റ്റോക്രാറ്റിന്റെ സീസൺ 2. സോ സീസൺ 1 ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. അത്ര എക്സ്ട്രാ ഓർഡിനറി ആനിമി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കണ്ടിരിക്കാൻ കൊള്ളാം. ഇപ്പൊ തന്നെ കോട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 29-ാം തീയതി ഇതിന്റെ സീസൺ 2 നമുക്ക് കണ്ടു തുടങ്ങാം. ഇതേ ദിവസം തന്നെ ഇറങ്ങാതിരിക്കുന്ന മറ്റൊരു പോപ്പുലർ ഐറ്റം ആണ് ജുൻജി ഇത്തോയുടെ ഓൾ ടൈം ബെസ്റ്റ് വർക്ക് ആയിട്ടുള്ള ഊസുമാക്കി എന്ന് പറയുന്ന മാങ്കയുടെ ആനിമി അഡാപ്റ്റേഷൻ. ഈ സീരീസിന് കുറച്ചധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും വരാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ 4 എപ്പിസോഡുള്ള ഒരു ഷോർട്ട് ആനിമി സീരീസ് കൂടെ ആയിരിക്കും. തൊട്ടടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 30-ാം തീയതി, ദി മോസ്റ്റ് നൊട്ടോറിയസ് സ്റ്റോൾക്കർ റൺസ് ദ വേൾഡ് ഗ്രേറ്റസ്റ്റ് ക്ലാൻ. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് നോവലിന്റെ ആനിമി അഡാപ്റ്റേഷൻ ആണ്. ഞാൻ ഈ ലൈറ്റ് നോവൽ പേഴ്സണലി വായിച്ചിട്ടില്ല എങ്കിലും ഞാൻ തിരക്കിയത് വെച്ച് ഈ സാധനം അടിപൊളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ ഇതിന്റെ ആനിമി ഈ വരുന്ന 30-ാം തീയതി ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ഒക്ടോബർ 1-ാം തീയതി 2 എണ്ണം വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഒരു റോംകോം ആണ്, ടൈം ദ നോട്ട് വിത്ത് ആൻ അമഗാമി സിസ്റ്റർ ആണ്. അതേപോലെ ഐ വിൽ ബിക്കം എ വില്ലനസ് ഹു ഗോസ് ഡൗൺ ഇൻ ഹിസ്റ്ററി. ഈ ആനിമിയും നമ്മുടെ ഒക്ടോബർ 1-ാം തീയതിയാണ് റിലീസ്. ഒക്ടോബർ 2-ാം തീയതി എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഇസക്കായ് ആനിമിയുടെ സീസൺ 3 വരുന്നുണ്ട്, അതായത് റീസീറോയുടെ സീസൺ 3. അതേ ദിവസം തന്നെ ബ്ലൂ ബോക്സ് റിലീസ് ആകുന്നുണ്ട്. പിന്നെ ഒക്ടോബർ 3-ാം തീയതി നമുക്ക് ഏകദേശം 5 ആനിമി സീരീസുകൾ റിലീസ് ആകുന്നുണ്ട്. ഇതിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരെണ്ണമാണ് ട്രില്യൺ ഗെയിം. അതേപോലെ ഡണ്ടഡാനും ഈ ദിവസം തന്നെയാണ് ഇറങ്ങുന്നത്. ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ആനിമി കൂടിയാണ്, നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. ആർക്കേഡ് സീസൺ 2-ഉം മെക്കാനിക്കൽ ആംസും അതേപോലെ തന്നെ 360 ഡേയ്സ് ടു വെഡിങ്ങും ഇതേ ദിവസം തന്നെയാണ് റിലീസ് ആകാൻ പോകുന്നത്. ഒക്ടോബർ 4-ാം തീയതി സോഡ ടൗൺലൈനിന്റെ ഒരു ആൾട്ടർനേറ്റീവ് സീസൺ 2 വരുന്നുണ്ട്. അതേ ദിവസം തന്നെ ഇറങ്ങാതിരിക്കുന്ന മറ്റൊരു ആനിമിയാണ് ഈസ് ഇറ്റ് റോങ് ടു പിക്ക് അപ്പ് ഗേൾസ് ഫ്രം ഡഞ്ചൻ 5. ഇപ്പോഴത്തെ ആനിമിയുടെ ഒക്കെ പേര് പറയാൻ തന്നെ ഒരു 5 മിനിറ്റ് വേണം. എന്തായാലും അതും ഒക്ടോബർ 4-ാം തീയതിയാണ് റിലീസ് ആകാൻ പോകുന്നത്. ഒക്ടോബർ 5-ന് ഏകദേശം 5 മേജർ ആയിട്ടുള്ള ആനിമി സീരീസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ബ്ലീച്ച് തന്നെയാണ്. അതേപോലെ ബ്ലൂ ലോക്കിന്റെ സീസൺ 2-ഉം അതേപോലെ ബ്ലൂ എക്സോസിസ്റ്റിന്റെ സീസൺ 4-ഉം അന്നേ ദിവസം തന്നെയാണ് റിലീസ്. അന്നേ ദിവസം തന്നെ ORB ഓൺ ദ മൂവ്മെന്റ്സ് ഓഫ് ദി എർത്തും അതേപോലെ റൺമേ എന്ന് പറയുന്ന ആനിമി സീരീസും വരുന്നുണ്ട്. ഈ റൺമേ എന്ന് പറയുന്നത് ഒരു പണ്ടത്തെ ആനിമി. ഈ സീരീസ് വീണ്ടും ഒരു റീ ആനിമേറ്റ് ചെയ്താണ് ഇറക്കുന്നത്. അതേപോലെ ഒക്ടോബർ 6-ാം തീയതി MF ഗോസ്റ്റിന്റെ സീസൺ 2-ഉം വരുന്നുണ്ട്. ഒക്ടോബർ 7-ാം തീയതി യാക്കുസ ഫിയാൻസിയും അതേപോലെ റോങ് കമോൺസ് ഫോർബിഡൻ ഡിഡക്ഷന്റെ സീസൺ 2-ഉം വരുന്നുണ്ട്. പിന്നെ ഇറങ്ങാതിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്ന ടോം റൈഡർ ആണ്. ഇത് ഒക്ടോബർ 10-ാം തീയതിയാണ് ഇറങ്ങുന്നത്. 11-ാം തീയതി നമ്മുടെ അക്കീറ ടോറിയാമ അവസാനമായിട്ട് വരച്ചിട്ടുള്ള നമ്മുടെ ഡ്രാഗൺ ബോൾസ് ഡൈമാണ് കിട്ടാൻ പോകുന്നത്. ഒക്ടോബർ 12-ാം തീയതി ഡീമൺ ലോഡ് 2099-ഉം അതേപോലെ 13-ാം തീയതി ഈ സീരീസുമാണ് ഇറങ്ങുന്നത്. ഇതിന്റെ പേര് ഞാൻ പറഞ്ഞ എന്തായാലും തെറ്റിക്കുന്നില്ല. 14-ാം തീയതി അരിഫുറേറ്റയുടെ സീസൺ 3-യും 19-ാം തീയതി ബ്ലൂ മിബൂറോ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ഈ ഇറങ്ങാൻ പോകുന്ന ആനിമീസിൽ നിങ്ങൾ ഏതിനു വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട.